ഓക്കെ. അപ്പം ഞങ്ങളാണ് ഗൈസ്. ഓക്കെ, ഡോറയും ബുജ്ജിയാണ് ഗൈസ്. ഓക്കെ ഓക്കെ. എടി ഡോറ, നൈസ് വണ്ടിയല്ലേ എടി ഡോറ ഈ വണ്ടി? ആടാ ബുജ്ജി, അത് നീ പറഞ്ഞത് ശരിയാണ് കേട്ടാ. നമ്മൾ പിന്നെ ഏറ്റവും പുതിയതായിട്ട് എടുത്ത വണ്ടിയാണ് കേട്ടാ. ഇതെന്ന് വെച്ചാൽ മറ്റേ താർ റോക്സ് ആണ് കേട്ടാ. നൈസ് വണ്ടിയാണ് കേട്ടാ. നല്ല രസമുണ്ട് ഈ വണ്ടി കാണാനുണ്ട്. ഒരു കിടില മഞ്ഞ കളർ വണ്ടിയാണ് കേട്ടാ. നമ്മുടെ മറ്റേ ഷിൻചാനും പിഞ്ചാനും ഫ്രാങ്ക്ലിൻ്റെ കയ്യിലൊക്കെയാണ് ഈ ഒരു താറുണ്ടല്ലോ, അത് പിന്നെ പഴയ താറാണ് കേട്ടാ. അതാണെങ്കിൽ നമ്മുടെ ഏതാണ് പഴയ താറില്ലേ ഗൈസ്? ഓക്കെ, നമ്മുടെ പഴയ താറ്, നമ്മുടെ താറിൻ്റെ 3 ഡോറല്ലോ. ഓക്കെ, താറിൻ്റെ 3 ഡോർ ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് എന്തായാലും റിലീസ് ചെയ്തപ്പോൾ എന്തായാലും ഫ്രാങ്ക്ലിന് ഷിൻചാനും പിഞ്ചാനും വാങ്ങിച്ചാണ്. ഓക്കെ, 2019 അങ്ങനെ എന്തോ ആണ് ഗൈസ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഏതാണ് 3 ഡോറ് ഇതേപോലത്തെ ടൈപ്പിലുള്ള നമ്മുടെ ഏതാണ് മഹീന്ദ്ര താറുകളൊക്കെ ഇറങ്ങിയെന്ന് വെച്ചാൽ. ഓക്കെ, അവരുടെ കയ്യിൽ ആ താറാണ് ഇരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ കയ്യിൽ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ താർ റോക്സ് ആണ് കേട്ടോ. ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കേട്ടോ. നമ്മുടെ പഴയ താറിനേക്കാൾ നല്ല രീതിക്ക് എന്നാൽ വലിപ്പവും നീളവും ഉണ്ട്. ഓക്കെ, കൂടുതലുള്ളതെന്ന് വെച്ചാൽ നീളമാണ്. ഓക്കെ, കാരണം മറ്റേന്ന് വെച്ചാൽ 3 ഡോറാണ് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഈ ഒരു ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ കിടന്ന് നമുക്ക് എന്തായാലും കുറച്ച് പട്ടിഷോ കാണിക്കാം ഗൈസ്. ഓക്കെ, ആ ഷിൻചാനും പിഞ്ചാനും ഭയങ്കര ഷോ ആണ് ഗൈസ്. ഓക്കെ, അവന്മാരുടെ കയ്യിൽ എന്തായാലും മുമ്പേ എന്തായാലും കുറേ വണ്ടികളുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പം എന്തായാലും അവരുടെ കയ്യിൽ ഒരു വണ്ടിയിൽ തന്നെ എന്തായാലും ഇല്ല കേട്ടോ. അവരുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു താറേ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ വണ്ടി വിറ്റു. ഓക്കെ, ഇത് പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് കേട്ടോ. ഓക്കെ, വേറെ ആരുടെയോ വണ്ടി അവർ വാങ്ങിച്ചാണ് കണ്ട ഗൈസ്. നിങ്ങൾ തന്നെ സത്യം പറയാൻ കണ്ട, നമ്മുടെ സാധാ താറിനെക്കാളും കണ്ട 2 ഇരട്ടി നീളവും നല്ലൊക്കെ ഉണ്ട് നമ്മുടെ താർ റോക്സിന് കാണാം. ഓക്കെ, അതെന്തായാലും ഇന്നെന്തായാലും അവന്മാർക്ക് കാണിച്ചു കൊടുക്കണം കേട്ടാ. എടാ ഫ്രാങ്ക്ലിൻ ചേട്ടാ എടി ഡോറേ ബുജ്ജി, നിങ്ങൾ രണ്ടുപേരായിരുന്നാ? ആടാ ഷിൻചാനെ. എടാ ഷിൻചാനെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ എവിടെയാടാ ഫ്രാങ്ക്ലിൻ ചേട്ടേ? എടി ഡോറെ, നീയായിരുന്നാ? നീ എന്തിനാ ഡോറ ഇപ്പം ഇവിടെ വന്ന? എടാ പിഞ്ചാനെ, ഫ്രാങ്ക്ലിൻ ചേട്ടനെ വിളി. ആ ഡോറ ബുജ്ജി, നിങ്ങളായിരുന്നാ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങൾ പിന്നെ ഒരു കിടില സാധനം കാണിക്കാനായിട്ടാ വന്നതെന്ന് വെച്ചാൽ. കണ്ടാ ഇത് കണ്ടാ? താർ റോക്സാ? ഓ, നമ്മുടെ കയ്യിലൊക്കെ താർ റോക്സ് ഉണ്ടായിരുന്നു. ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നിങ്ങളുടെ കയ്യിൽ ഈ പഴയ താറേ ഉള്ളൂ, ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഇപ്പോൾ താർ റോക്സ് ഉള്ളൂ. അത് മാത്രമല്ല, ഈ വണ്ടിയാണ് ഒരു കിടില സ്പെഷ്യൽ മഞ്ഞ കളറാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ താറിന് ഇത് പഴയ താറാണ്, ഇത് സെക്കൻഡ് ഹാൻഡ് താറാണ്. കണ്ടോ, നല്ല പഴയ താറാണ്. ഞങ്ങളുടെ താർ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ വണ്ടിയെക്കാളും നല്ല ഇരട്ടി നീളമുണ്ട് കണ്ടാ. ഓ, പിന്നെ നിന്റെ വണ്ടി കുറച്ച് നീളം കൂടുതലെന്ന് പറഞ്ഞാൽ നീ എന്തിനാടി ഞങ്ങളുടെ വണ്ടിയെ കുറ്റം പറഞ്ഞാൽ? ഒന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടൻ്റെ കയ്യിൽ 10ൻ്റെ പൈസ അല്ല, അതുകൊണ്ടാണ് ഈ പഴയ വണ്ടി കൊണ്ട് നടക്കണം. ഓ, എനിക്ക് വേണ്ടി കാണുമ്പോൾ എൻ്റെ കല്ല് കയറണം കേട്ടാ. ഓ, എൻ്റെ കയ്യിലാണെങ്കിൽ പിന്നെ ഒരു ഗണ്ണുണ്ടല്ലോ, നമുക്കെന്തായാലും ഇല്ലേ ദേഷ്യം വന്നുകൊണ്ട് ഞാൻ ചുമ്മാ എന്തായാലും ഒന്ന് വണ്ടിയുടെ ഗണ്ണിട്ട് അടിയണേ. എടി ഡോറ, നീ ഇതെന്ത് പണിയാണ് ഇടി കാണിച്ചേ? നീ എന്തിനാ ഞങ്ങളെ വണ്ടിക്കിട്ട് വെടിയിക്കണേ? ഒന്ന് പോടാ ഷിൻചാനെ. അല്ല പിന്നെ എനിക്കെന്തോ ഈ പഴയ വണ്ടികളെ കാണാൻ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭ്രാന്താണ്. അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചിട്ട് എനിക്ക് ഉറക്കം വരും. ആ ബെസ്റ്റ്, നിങ്ങളുടെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയല്ലോ. അത് മാത്രമല്ല, നിങ്ങളുടെ വണ്ടി താണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഓട്ടയൊക്കെ വീണ്. എനിക്കെന്തോ ഈ പഴയ വണ്ടി കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക കലിയാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെയൊക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ എന്തോന്ന് വെച്ചാൽ ചെയ്യും. ഞങ്ങളിപ്പോൾ പുതിയ താറെടുത്ത. എടാ ബുജ്ജി, കയറി വാ, നമുക്കിവിടെ നിന്ന് അങ്ങനെ പോവാം. എന്നാലും എൻ്റെ ഡോറേ, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കേട്ടാ. നീ എന്തിനടി അവരെ വണ്ടി അടിച്ച് നശിപ്പിച്ച? എടാ ബുജ്ജി, മിണ്ടായിട്ടാ, അല്ലെങ്കിൽ നിന്നെയും കൂടെ എടുത്തിട്ട് അടിക്കും. അയ്യോ ഡോറ, അങ്ങനെ ചെയ്യല്ലേ. എന്ത് കഷ്ടമാണല്ലേ ഗൈസൊക്കെ. ഡോറ മുഴുവൻ ചുമ്മാ ആ ഒരു ഷിൻചാനെ പിഞ്ചാൻ്റെ അതുപോലെ തന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ വണ്ടി അടിച്ച് നശിപ്പിച്ചേസൊക്കെ. ഡോറ ചെയ്ത് ഒട്ടും ശരിയായില്ല കേട്ടാ. ചുമ്മാ വെറുതെ ഒരു കാര്യമില്ലാതെ വണ്ടി അടിച്ച് നശിപ്പിച്ചോക്കെ. നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ. ഡോറയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, എടാ ബുജ്ജി, നമുക്കിന്ന് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ? ആടാ ഡോറ, അത് നീ പറഞ്ഞത് ശരിയാണ്, നമുക്കിന്ന് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോവാം. ഫ്രാങ്ക്ലിൻ മോനെ, ആ ഡോറയല്ലേ ഡോറ്, അഹങ്കാരി കാണിച്ചിട്ട് പോയ കണ്ടാ മോനെ. നമ്മുടെ പുതിയതായിട്ട് എടുത്ത നമ്മുടെ താറിൻ്റെ ഗ്ലാസ് കണ്ട് അടിച്ച് പൊട്ടിച്ച് വണ്ടിയിലുണ്ട് ഫുള്ള് ഓട്ടയൊക്കെ വീണ്. ഗ്രാനി പറഞ്ഞാൽ ശരിയാണ്, നമ്മുടെ വണ്ടി നല്ല പഴയ വണ്ടിയാണ് കേട്ടാ. ഇതെന്ന് വെച്ചാൽ കേസ് നമ്മുടെ താറിൻ്റെ 3 ഡോറാണ് കേട്ടാ. ഈ വണ്ടി റിലീസ് ചെയ്ത സമയത്തൊട്ടേ നമ്മൾ വാങ്ങിച്ച വണ്ടിയാണ് കേട്ടാ. നമ്മൾ വാങ്ങിച്ചല്ല, വേറൊരാൾ വാങ്ങിച്ച വണ്ടിയാണ് കേട്ടാ. നമ്മൾ പിന്നെ ഇപ്പോഴായിട്ട് ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുത്തേ ഉള്ളൂ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ വണ്ടിക്ക് നല്ല വർഷം പഴക്കമുണ്ട് കേട്ടോ. ഓക്കെ, നല്ല പഴയ വണ്ടിയാണ് കേട്ടാ. 2019 18 അങ്ങനെ എന്തോ ആണ് കേസ് നമ്മുടെ താർ റോക്സ് മഹീന്ദ്ര താറുകളൊക്കെ റിലീസ് ചെയ്തത് കേസ്. ഓക്കെ, 2018 ചാൻസ് ഇല്ലേ ഓക്കെ. 2019 20 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് കേസ്. ഓക്കെ, എനിക്കറിയാൻ പാടില്ല കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോഴെന്തോ ആണ് നമ്മുടെ നമ്മുടെ ഈ സാധാരണ താറുകളൊക്കെ എന്തായാലും റിലീസ് ചെയ്തെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മുടെ ഈ സാധാരണ നമ്മുടെ ഒരു 3 ഡോർ താറ്. ഓക്കെ,
നമ്മുടെ ഈ ഒരു വണ്ടികളൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്. ഇത്രയും കാലം വേറൊരാൾ കൊണ്ടുനടക്കായിരുന്നു. ഓക്കെ, നമ്മൾ ഈ വണ്ടി ഒരാഴ്ചക്ക് മുമ്പ് എടുത്തതേ ഉള്ളൂ കേസ്. ഓക്കെ, അപ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ചാണ്ട്. ഇത് പിന്നെ പഴയ വണ്ടിയാണ്, ഇതിൽ ഒരു മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സ്റ്റോക്ക് താറാണ് കേട്ടാ. അവളെ ഡിമാൻഡ് എന്തെന്ന് വെച്ചാലില്ലേ, ഓക്കെ, അവളായൊരു താർ റോക്സുകളൊക്കെ 5 ഡോറിലൊക്കെ 5 ഡോർ ഓക്കെ 5 ഡോർ ആയതുകൊണ്ട് തന്നെ അവളാ താർ റോക്സിനുകളൊക്കെ നല്ല നീളങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടാ. നമ്മുടെ പക്ഷേ ഈ വണ്ടിക്കാണെങ്കിൽ തീരെ നീളങ്ങളൊക്കെ ഇല്ല. കാരണം വെച്ചാൽ ഈ വണ്ടി ഒന്നാമതേ കേസ് എന്തെങ്കിലും ഈ വണ്ടികളൊക്കെ 3 ഡോറാണ്. ഓക്കെ, എന്തായാലും അതുകൊണ്ടാണ് കേസ് എന്തെങ്കിലും ഈ വണ്ടി തീരെ നീളങ്ങളൊക്കെ ഇല്ലാത്ത കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്നാലും ഡോർ ചെയ്ത് ഒട്ടും ശരിയല്ല കേട്ടാ. വെറുതെ ഒരു കാര്യമില്ല, നമ്മുടെ വണ്ടിക്കിട്ട് ചവിട്ടിയിട്ട് അവൾക്ക് കലി വരണം എന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് ഫയർ ചെയ്ത് ഗ്ലാസ് കൊണ്ട് തല്ലി പൊട്ടിച്ച്. എടാ പിങ്ചാനെ, ഷിൻചാനെ, ഗ്രാനി, ടൈഗറെ എല്ലായിടത്തും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എന്തായാലും ഡോർ ചെയ്ത് ഒട്ടും ശരിയല്ല കേട്ടാ. എന്തായാലും ഇതിന് പകരം തിരിച്ചാക്കിയിട്ട് നല്ല 8ന്റെ പണി തന്നെ കൊടുക്കണം കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അത് ചേട്ടൻ പറഞ്ഞ ശരിയാണ്. നമുക്കെന്തല്ല ഒരു അടിപൊളി ഒരു നീളമുള്ള കാർ വാങ്ങിക്കണം കേട്ടാ. അവളത് പിന്നെ താർ റോക്സ് അല്ലേ, നമുക്കൊരു അടിപൊളി ഒരു ലിമോസിൻ അങ്ങ് വാങ്ങിച്ചാലോ. എടാ ഷിൻചാൻ, ഇവിടെ ലിമോസിൻ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏട്ടാ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സിമിയോൺ ഞാനല്ല സിമിയോണിനെ എന്നാലും ഒന്ന് വിളിക്കട്ടെ ഏട്ടാ. സിമിയോണൊന്ന് വിളിച്ചിട്ട് സിമിയോണ്ടോടെ നമുക്ക് എന്തായാലും ചോദിക്കാം കേട്ടാ. സിമിയോന്റെ ഡീലർഷിപ്പിൽ കണക്കെ വല്ല അടിപൊളി ലിമോസിൻ കാറ് അങ്ങനെ വല്ല ഇരിക്കണമെന്ന്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, സിമിയോണെ നേരെ വിളി, എന്നിട്ട് ലിമോസിൻ കാറ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കേ. എന്നാൽ നമുക്ക് ആ വണ്ടി വാങ്ങിക്കാം. എന്നിട്ട് ആ ഡോറയുടെ ബുജ്ജിയുടെ ഫ്രണ്ടിട്ട് പട്ടിഷ കാണിക്കാം. പാവം ബുജ്ജി നമ്മളൊന്നും ചെയ്യില്ല, അവൻ ചുമ്മാ ഡോറ പറഞ്ഞതുപോലെ ചുമ്മാ എന്തായാലും ഒന്ന് ആക്കി പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ബുജ്ജിയൊന്നും ചെയ്തൊന്നുമില്ല. ആടാ, അത് ഞാൻ കണ്ടറാ. ഞാനിപ്പോൾ എന്നാലും സിമിയോടെ വിളിക്കാവുന്നു കേട്ടോ, എന്നിട്ട് നല്ലൊരു ലിമോസിൻ കിട്ടുമെന്ന് ചോദിച്ചോട്ടെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഓക്കെ ഗായ്സ്, ഓക്കെ. ഇവിടെ ഇപ്പോൾ ഞാനല്ല സിമിയോടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ എന്നിട്ട് സിമിയോനോട് ചോദിച്ചു എന്തായാലും സിമിയോൻ്റെ കയ്യിൽ വല്ല അടിപൊളി ലിമോസിൻ കാർ കിട്ടാറുണ്ട്, അതേപോലെ തന്നെ ഇവിടെ വല്ല ലിമോസിൻ കാറിനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, വണ്ടികളൊക്കെ ഉണ്ട് ഓക്കെ, പക്ഷെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല ഓക്കെ. കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തായാലും ലിമോസിൻ കാർ കിട്ടണ രാജ്യത്ത് പോയിട്ട് കുറേ ടാക്സ് ലൈസൻസ് ഒക്കെ എടുക്കണം ഓക്കെ. ടാക്സ് ലൈസൻസിന് എല്ലാം റെഡിയാണ് ഓക്കെ. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് കിടക്കുകയാണ് കേട്ടാ. വേറെ നേരത്താന്ന് എനിക്ക് ഈ താർ വാങ്ങിക്കാൻ തോന്നി. മര്യാദയ്ക്ക് ഒരു 10-20 സൂപ്പർ കാറ് പിന്നെ ഈ താറും കൂടെ വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ ഈ കളിയാക്കൽ ഏൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഓക്കെ. സത്യം പറഞ്ഞ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല കേസ് ഓക്കെ. ഞാൻ വേണമെങ്കിൽ 2-3 വർഷം കൂടെ എന്നാലും ഈ വണ്ടി ഇതേപോലെ തന്നെ കൊണ്ടുനടക്കുമായിരുന്നു കേട്ടാ. നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലിമോസിൻ വാങ്ങിക്കാൻ ഞാൻ നിന്നതാണ് കേസ് ഓക്കെ. പക്ഷേ കുറേ ടാക്സ് സാധനങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം അടയ്ക്കാം. പക്ഷേ ആ രാജ്യം വരെ പോകണം കേസ് ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മുടെ ദുബായിൽ അവിടെയൊന്നും തന്നെ നമ്മുടെ ലിമോസിൻ കിട്ടാനായിട്ടില്ല കേട്ടോ. ലിമോസിനുണ്ട്, പക്ഷേ അതൊക്കെ ഭയങ്കര ടാക്സ് കൂടുതലും ഭയങ്കര പൈസയൊക്കെ ആണെന്നാണ് പറഞ്ഞു ഓക്കെ. നമുക്കെന്തായാലും തൽക്കാലത്തേക്ക് എന്തായാലും ഒരു വില കുറഞ്ഞൊരു ലിമോസിൻ മതി കേസ് ഓക്കെ. ഒരു $200 മില്യൺ ഒരു ലിമോസിൻ ഓക്കെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ദുബായിൽ അവിടെയൊക്കെ ആണെങ്കിൽ $800 മില്യൺ ലിമോസിനൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത്രയും പൈസ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇപ്പോൾ വേണ്ട കേസ് ഓക്കെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് സാധാരണ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ലിമോസിൻ മതി കേസ് ഓക്കെ. പക്ഷെ ഇവിടെ ഇപ്പം കിട്ടാനായിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് വേറെ വഴിയില്ല കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടാ ഷിൻചാനെ, ഞാൻ ഒരു കിടില ഐഡിയ ആലോചിച്ചാലാന്ന് ആലോചിക്കാണ്. എന്തൊരു ഐഡിയ? ഇത് വർക്കാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഇന്ന് കാര്യം ഒന്ന് തെളിച്ച് പറ, അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർ ആക്ഷൻ ചെയ്ത് കാണിക്കുന്ന കാര്യം ഒന്ന് കറക്റ്റായിട്ട് പറ. അങ്ങോട്ടും ഇങ്ങോട്ട് വാലും തുമ്പുമില്ലാതെ പറഞ്ഞു നമ്മളെങ്ങനെ മനസ്സിലാക്കും? എടാ ഞാൻ പറഞ്ഞുതരാടാ, ഈ ഒരു ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നോക്കി നോക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒന്ന് പറ ചേട്ടാ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതാ. എടാ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പല്ല സിമിയോണെ വിളിച്ചിറങ്ങി ഒരു 10 അടിപൊളിയായിട്ടുള്ളൊരു ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ കിട്ടുമെന്ന് ചോദിച്ചോക്കാം. 10 ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറാ? ഫ്രാങ്ക്ലിൻ ചേട്ടൻ പ്രാന്താണ്. 10 ഫോർച്യൂണർ ലെജൻഡർ ഇവിടെ നിരത്തിയിട്ടെന്ന് പറഞ്ഞ് ഡോറയുടെ ബുജ്ജിയുടെ കളിയാക്കൽ പിന്നെ കേൾക്കേണ്ടി വരും ഭ്രാന്തെന്ന് പറഞ്ഞ്. എടാ പോടാ ഷിൻചാനെ, ഞാൻ ഒരു ഐഡിയ ആലോചിക്കുന്നുണ്ട്. ഇതെന്തായാലും വർക്കൗട്ട് ആക്കിയേ പറ്റത്തുള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ സിമിയോണെ വിളിച്ചിറങ്ങി ഒരു 10 ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ നൈസായിട്ട് ബുക്ക് ചെയ്യാൻ. ശരി ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ ഐഡിയ ഒന്ന് നോക്കി നോക്കാം. ഷിൻചാന, നീ പറഞ്ഞ ശരിയാണ്. ഞാൻ ഇപ്പോൾ ഒരു 10 ലെജൻഡറൊക്കെ നൈസായിട്ട് അങ്ങ് വാങ്ങിയിട്ട് എന്നിട്ട് നമുക്കതെല്ലാം കൊണ്ട് നേരെ എയർപോർട്ടിൽ പോകും. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഓക്കെ. ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും ലെജൻഡറുകളൊക്കെ ഇന്നലെ വാങ്ങിച്ചേക്കാണ് കേട്ടാ. ഒരു ലെജൻഡറല്ല, 10 ലെജൻഡറാണ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ കേട്ടാ. ഓക്കെ, പിന്നെ നമുക്ക് എന്നാലും ഈ ഒരു ലെജൻഡർ കൊണ്ട് നേരെ എന്നാലും എയർപോർട്ടിൽ കണക്കെ പോകട്ടെ. ഒരു കാര്യം ചെയ്യാനായിട്ട് എന്നാലും ഉണ്ട് കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒന്ന് പറ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എടാ പറയടാ. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ നിന്റെ തൊട്ട് പുറകെ തന്നെ എന്തായാലും ഉണ്ട് കേട്ടാ. എടാ ഈ വണ്ടി കൊണ്ട് എയർപോർട്ടിലല്ലേ പോണ്ട? സിമിയോണ, നീ പറഞ്ഞ ശരിയാണ്. നമുക്ക് ഈ കാണുന്ന ബാക്കി 9 ലെജൻഡർ കൊണ്ട് എയർപോർട്ടിലാണ് പോകേണ്ടത്. ഒരു വണ്ടി ഞാൻ ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഫ്രാങ്ക്ലിനെ ഏട്ടടാ,
നമുക്കപ്പോൾ എല്ലാം കൊണ്ട് നേരെ എയർപോർട്ടിൽ പോകാം. ആടെ സിമിയോണെ അതുപോലെ ഒരു കാര്യം പറയാം കേട്ടോ, ഞാൻ കറക്റ്റായിട്ട് നല്ല നിരപ്പുള്ള ഏരിയയിൽ വണ്ടി ഇടണേ. ആടെ ഫ്രാങ്ക്ലിനെ അത് ഞാൻ കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് നിരപ്പുള്ള ഏരിയ തന്നെയാടാ. എടാ ഫ്രാങ്ക്ലിനെ നിനക്ക് എന്താ 10 ലെജൻഡർ? എടാ സിമിയോണെ അതൊക്കെ പിന്നെ പറയാടാ, ആദ്യം നീ വണ്ടി കൊണ്ടിട്. ആടാ ഫ്രാങ്ക്ലിനെ ശരിയാടാ. എന്നാലും എൻ്റെ ഫ്രാങ്ക്ലി ചേട്ടാ ഒന്ന് പറ ഫ്രാങ്ക്ലി ചേട്ടാ പ്ലീസ് ചേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടൻ്റെ ഐഡിയ എന്താണ്? ഈ 10 ലെജൻഡർ വെച്ച് എന്താണ് കാണിക്കാവണ? നമുക്കെങ്കിലും തിരിച്ചാ ബുജ്ജിയുടെ അടുത്തും ഡോറയുടെ അടുത്തും തിരിച്ച് പ്രതികാരം ചെയ്യണം. എടാ ഷിൻചാനെ അതിന് വേണ്ടിയിട്ട് തന്നെടാ, നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ, ഞാൻ കാണിച്ചു തരാടാ, ഒന്ന് വെയിറ്റ് ചെയ്യടാ. പക്ഷെ എൻ്റെ പൊന്നെ ഇവന് ഭയങ്കര പിടിപിടിപ്പാണ് കേസ്. ഓക്കെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ, ഞാൻ കാണിച്ചു തരാം. ശരി ശരി ഫ്രാങ്ക്ലി ചേട്ടാ എന്തെങ്കിലും കാണിക്കേ. അതെ സിമിയോൺ അണ്ണാ വണ്ടികളൊക്കെ ഇവിടെ ഇറക്ക്. ആടെ ഷിൻചാനെ ഇവിടെ ഇപ്പം നമ്മുടെ സിമിയോണുകളൊക്കെ അല്ലേ നമ്മുടെ 10 ഏതാണ് ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറികളൊക്കെ ഡെലിവറി ഇടുന്നത് കേട്ടാ. അത്യാവശ്യം കുറേ പൈസകളൊക്കെ എന്തായാലും അവനെന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ ഒരു ലെജൻഡറി തന്നെ എന്തായാലും 70 ലക്ഷം രൂപയാണ് കേട്ടാ. ഇപ്പം എന്തായാലും ഇതിൻ്റെ വിലയും കൂടി. ഓക്കെ അത് മാത്രമല്ല ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ സാധാരണ ലെജൻഡറിൻ്റെ കാലമൊക്കെ. ഇത് കുറച്ചുകൂടെ അൾട്രാ ലെജൻഡറികളൊക്കെ എന്നാണ് നമ്മുടെ സിമിയോണുകളൊക്കെ പറയണമെന്ന് വെച്ചാൽ കേട്ടോ. അവൻ്റെ ഷോറൂമിട്ട് ഈ വണ്ടിയിൽ എന്തൊക്കെയോ അപ്ഗ്രേഡേഷനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ എല്ലാ വണ്ടി അതേപോലെ തന്നെ കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടാ പ്ലീസ് ചേട്ടാ ഇനിയെങ്കിലും ഒന്ന് പറ. അത് തന്നെ ഫ്രാങ്ക്ലി ചേട്ടാ എന്താണ് ചെയ്യണമെന്നൊന്ന് പറ പ്ലീസ് ചേട്ടാ. എന്തിനാണ് ഇത്രയും 10 ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ വാങ്ങിച്ചാൽ? അതിനേക്കാളും നല്ലത് ദുബായി പോയി അത്രയും വില കൂടി ആ ഒരു ലിമോസിൻ വാങ്ങിക്കണല്ലേ. എടാ ഞാൻ പറയാടാ. ഫ്രാങ്ക്ലി ചേട്ടാ എനിക്ക് ഇപ്പം ചെറുതായിട്ട് പിടികിട്ടി. പിടികിട്ടി എന്ന് പറ ഫ്രാങ്ക്ലി ചേട്ടാ. ചേട്ടൻ്റെ ഐഡിയ എനിക്ക് പിടികിട്ടി. ഫ്രാങ്ക്ലി ചേട്ടാ ഇപ്പം ഫ്രണ്ടിൽ അറ്റത്തൊരു ലെജൻഡർ ഇട്ടിട്ടില്ലേ? ബാക്കി പറ. ആ ലെജൻഡറിൻ്റെ ബാക്കിൽ ബാക്കിയുള്ള ലെജൻഡർ കണക്ട് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ഫ്രാങ്ക്ലി ചേട്ടൻ ഒരേ ലെവലിൽ ഒരു അടിപൊളി ലിമോസിൻ ഉണ്ടാക്കാനുള്ള പ്ലാനല്ലേ ഫ്രാങ്ക്ലി ചേട്ടൻ്റെ? തന്നെടാ ഷിൻചാന ഇതാണെടാ ഫ്രാങ്ക്ലിൻ്റെ പ്ലാന്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരും മനസ്സിലായല്ലോ. ഫ്രാങ്ക്ലി ചേട്ടൻ ഇതൊരു കിടില ഐഡിയ ആണ് കേട്ടാ. പക്ഷെ ഇത് സക്സസ് ആവോ? ആടെ പിഞ്ചാൻ ഇത് കറക്റ്റായിട്ട് സക്സസ് ആവും കേട്ടാ. നമുക്കപ്പോൾ അല്ലേ കറക്റ്റായിട്ട് എന്തായാലും ഓരോ വണ്ടിയുടെ ബാക്കിലും കൊണ്ടിടാം കേട്ടാ. ഇതെല്ലാം കറക്റ്റായിട്ടാണ് പൊട്ടനായ ഡോറയും ബുജ്ജിയെയും വിളിച്ച് അവരെ മുമ്പിൽ പട്ടിച്ച് കാണിക്കേ. ഫ്രാങ്ക്ലി ചേട്ടാ ഈ വണ്ടി കറക്റ്റായിട്ട് പാർക്ക് ചെയ്യും, എന്നിട്ട് ഇതെല്ലാം വെച്ച് ഒരുമിച്ച് വെൽഡ് ചെയ്ത് ഒറ്റ വണ്ടിയാക്കി എടുക്കാം. ആടാ ഷിൻചാന നീ പറഞ്ഞ ശരിയാണ് കേട്ടാ. കറക്റ്റായിട്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. ഒറ്റ ലൈനിൽ തന്നെ കറക്റ്റായിട്ട് വണ്ടി പാർക്ക് ചെയ്യണം. നമുക്കപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഏതാണ് 8 ഫോർച്യൂണറും കൂടെ ഇടാം കേട്ടോ. ഇനി ഒരു 8 ഫോർച്യൂണറും കൂടെ എന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഇല്ല ഇത് കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ട് അങ്ങ് അറ്റ വരെ എത്തിക്കണം കേസ്. ഓക്കെ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഫ്രാങ്ക്ലി ചേട്ടാ പിന്നെ നമുക്ക് രസത്തിന് വേണ്ടിയിട്ട് വണ്ടിയുടെ പെയിൻറ് കൂടെ മാറ്റിയാലോ? ആടാ ഷിൻചാനെ നമുക്ക് നൈസായിട്ട് റെഡ് കളർ അടിക്കാടാ. അവർ പിന്നെ മഞ്ഞയിലടിച്ചത്, നമുക്ക് നൈസായിട്ട് റെഡാക്കുമ്പോൾ നൈസായിരിക്കും. ഇവിടെ വലുതായിട്ട് പിന്നെ ലെജൻഡർ റെഡ് ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് റെഡ് അടിക്കാം കേട്ടോ. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇടാം കേട്ടോ. റെഡ് അടിക്കുമ്പോൾ കൊള്ളായിരിക്കുമോ അതൊക്കെ അറിഞ്ഞൂടാ. ഫ്രാങ്ക്ലി ചേട്ടാ റെഡ് അടിക്കുമ്പോൾ നൈസായിരിക്കും കേട്ടോ. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ആടാ ഷിൻചാനെ. അപ്പോൾ നമുക്കെന്തായാലും ഇല്ല ഇനിയിപ്പോൾ ബാക്കി 7 എണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഈ 7 എണ്ണം എന്തായാലും കറക്റ്റായിട്ടിട്ട് എല്ലാം സെറ്റാക്കി പെയിൻ്റെല്ലാം അടിച്ചിട്ട് അതാണ് കാണാം ഗൈസ്. ഓക്കെ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. ഓക്കെ അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ഏതാണ് ലിമോസിൻ ഫോർച്യൂണറിൻ്റെ പണി കഴിഞ്ഞേക്കാണ് കേട്ടോ. ഓക്കെ ഗൈസ് ഓക്കെ നമ്മുടെ ഈ ഒരു ഇതാണ് ഇന്ത്യയിൽ തന്നെ ആയിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കാറുകളൊക്കെയാണ് ഗൈസ് നമ്മളെന്തായാലും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. ഈ വണ്ടി ഭയങ്കര ഏതാണ് നീളങ്ങളൊക്കെ എന്തായാലും കൂടുതലാണ് കേട്ടോ. ഏകദേശം കണ്ട ഫ്രണ്ട് കണ്ട് ഈ അറ്റം തൊട്ട് കണ്ട അങ്ങ് അറ്റം വരെ എന്തായാലും ഉണ്ട്. ഇതൊക്കെ അമ്മാതിരി നീളം കൂടുതലാണ് കേട്ടോ. നമ്മൾ പിന്നെ വണ്ടി ഫുള്ള് വെൽഡ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മളെന്തായാലും റെഡ് കളർ പെയിൻറ്റ് അടിച്ചേട്ടാ. റെഡ് അടിച്ചപ്പോൾ നൈസ് ലുക്കായിട്ട് എന്നതെല്ലാം ഉണ്ട് കേട്ടോ. ഒരു പ്രത്യേക വൈബ് ലുക്കായിട്ട് എന്നതെല്ലാം ഉണ്ട് കേട്ടോ. എടാ ഷിൻചാനെ പിഞ്ചാനെ ഇനി നിങ്ങളില്ല ആ ഡോറെ ബുജ്ജിയെന്ന് വിളി. ആ പൊട്ടനും പൊട്ടത്തേക്കും കാണിച്ചു കൊടുക്കണം നമ്മുടെ വണ്ടിയുടെ ലുക്ക്. ആ പൊട്ടനും പൊട്ടിക്കും കാണിച്ചു കൊടുക്കണം നമ്മുടെ വണ്ടിയുടെ പവർ എന്താണെന്ന് കണ്ട. അവളെയൊക്കെ കൊണ്ട് ആകപ്പാടെ ഈ ഫോർച്യൂണറിൻ്റെ പകുതി പോലും ഒരു ഫോർച്യൂണറിൻ്റെ പകുതിയിലും വരില്ല അവളെ താർ റോക്സിൻ്റെ സൈസ്. നമ്മുടെ വണ്ടിയാണെങ്കിലാ 10 ഫോർച്യൂണറിൻ്റെ ഏതാണ് സൈസ് ഉണ്ട് കണ്ട. നൈസായിട്ടില്ലേടാ ഷിൻചാനെ പിഞ്ചാനെ. ഫ്രാങ്ക്ലി ചേട്ടാ പിന്നെ അല്ലാതെ ഒടുക്കത് ലുക്ക് കേട്ടാ. ഇത് കാണുമ്പോൾ ഡോറയുടെയും ബുജ്ജിയുടെയും കിളി പോകും കേട്ടാ. ഞാൻ എന്തായാലും അവരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞേ. ആടാ ഷിൻചാനെ പിഞ്ചാനെ അവർ വരട്ടെ, എന്നിട്ട് അവരെ മുമ്പ് ഇട്ട് തന്നെ വണ്ടി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇല്ല ഈ വണ്ടികളൊക്കെ ഡോറയ്ക്ക് ബുജ്ജിയും കാണിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാവരും മറക്കാതെ കാണും. ഓക്കെ സെക്കൻഡ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ അതിലും കുറേ അടിപൊളി വീഡിയോസ് ഇടുന്നതാണ് ഗൈസ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും
ഡോറെ ബുജി പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്. ഓക്കെ, ഇവിടെ എപ്പോഴല്ലേ നമ്മുടെ മറ്റേ ഫ്രാങ്ക്ലിന് ഷിൻചാനും പിഞ്ചാനെ എന്നെയും ബുജിയെ വിളിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇല്ല നമ്മുടെ ഈ ഒരു താറും കൊണ്ടെന്നാലും കത്തിച്ച് വീടാൻ കേട്ടോ. അവർ എയർപോർട്ടിൽ വരാനാണ് പറഞ്ഞു. ഇതെന്താണ് ഫോർച്യൂണറിന്റെ മഴയാ? എടാ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നീ എന്ത് സാധനം കാണിച്ചു വെച്ചേക്കണ? എടി ഡോറ, നീ എന്നെ ഫ്രാങ്ക്ലിനെന്ന് വിളിച്ചല്ലേ എടി? പിന്നെ നിന്റെ പേരെന്തരുത്, കാളയെന്നാ പട്ടിയെന്നാ? എടി ഡോറെ, എന്നാലും നിനക്ക് ഇത്രയ്ക്ക് ബഹുമാനമല്ലേ എടി എന്നോടാ? ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ. അല്ല പിന്നെ എന്നാലും എൻ്റെ ഫ്രാങ്ക്ലിൻ ഇത് ആരെ വണ്ടിയിടാ? എന്നാലും നിന്നെ കൊണ്ടൊന്നും ഇതേപോലെ വണ്ടി വാങ്ങിക്കാൻ പറ്റൂല. നിന്നെ കൊണ്ട് അത്രയ്ക്ക് പൈസ ഒന്നുമില്ല കേട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ, ഇതെൻ്റെ ഒരു താറിൻ്റെ 10 ഇരട്ടി വലിപ്പം ഉണ്ടല്ലോ. എടാ ഫ്രാങ്ക്ലിന് നൈസായിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടാ. ഇതെന്നാലും ആരെ കാറാണെന്തോ കേട്ടാ. എനിക്ക് ഫോട്ടോ എടുക്കാൻ തോന്നണം കേട്ടോ, നല്ല രസമുണ്ട്. എടി ഡോറെ, നീ സംശയിക്കണ്ട, ഇത് എൻ്റെ ഷിൻചാനും പിഞ്ചാൻ്റെയും കാറാണ്. നിങ്ങളുടെ കാറാ തന്നെയാടി ഡോറെ? എന്തടി നിനക്ക് ഒരു സാധാരണ ഒരു താർ റോക്സല്ലേ വാങ്ങിക്കാൻ പറ്റുമോ? ഞങ്ങൾ താണ്ട ഇവിടെ 10 ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ വാങ്ങിച്ച് ഒരുമിച്ച് ഒറ്റ അടിക്കിട്ട് പണിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പാക്കി വേറെ ലെവലാക്കി എടുത്ത്. ഒന്ന് പോടാ ഷിൻചാനെ പിഞ്ചാനെ ഫ്രാങ്ക്ലിനെ. ഇത് വല്ലവൻ്റെ വണ്ടിയല്ല, പിന്നെ നിങ്ങൾ എന്തിന് നിന്റെ വണ്ടിയാണ് മറ്റേണൊക്കെ പറയണേ? എടി ഡോറെ, നീ കുറെ നേരെ കിടന്ന് വാചടിക്കണേ. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഇത് ഞങ്ങളുടെ വണ്ടിയാണ്. നീ പിന്നെ കുറച്ച് ചേർത്ത് എൻ്റെ താറ് നശിപ്പിച്ചു കളഞ്ഞല്ലോ കണ്ട. അതിനുള്ള ഒരു ശിക്ഷയായിട്ട് വേണമെങ്കിൽ കരുതിക്കോ. എടാ ഫ്രാങ്ക്ലിനെ, നീ എൻ്റെ മഹീന്ദ്ര താർ റോക്സ് കത്തിച്ചളഞ്ഞല്ലേടാ. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണ്ട കേട്ടാ. ഞാൻ ഇപ്പം നിന്റെ ലെജൻഡർ മൊത്തത്തിലെടുത്തിട്ട് കത്തിക്കും. നീ എത്ര വേണമെങ്കിലും അടിച്ചോ, വണ്ടി ഒരിക്കലും പൊട്ടിത്തെറിക്കണം. നിന്റെ വണ്ടി സാധാരണ വണ്ടിയല്ലേ, എൻ്റെ ലെജൻഡറാണ്, ബുള്ളറ്റ് പ്രൂഫാണ്. നീ എത്ര വെടിവെച്ചാലും ഒരു കുഴപ്പമില്ല. എടാ ഫ്രാങ്ക്ലിൻ, എന്നാലും നീ ചെയ്ത് ഒട്ടും ശരിയായില്ല ഏട്ടാ. അല്ല പിന്നെ ഞാൻ നിന്റെ വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് അടിച്ച് പൊട്ടിച്ചാലുള്ളോ? ഗ്ലാസ് ഒടിച്ച് പൊട്ടിക്കണ എന്തിന്? എടാ ഫ്രാങ്ക്ലിനെ, എന്തായാലും നീ ചെയ്ത് ഒട്ടും ശരിയായില്ല ഏട്ടാ. ഒന്ന് പോടാ ബുജിയെ, നിന്റെ ഡോറയും കൂടെ വിളിച്ചു പോടാ. അല്ല പിന്നെ രാവിലെ തന്നെ വീട്ടിൽ കയറി ചൊറിയാൻ വന്ന് ഇതായിരിക്കും അവസ്ഥ. കണ്ടോടാ എൻ്റെ വണ്ടി, കണ്ടോടാ എൻ്റെ വണ്ടി കണ്ട. ലാർജസ്റ്റ് കാറാണ് കേട്ടോ, ലാർജസ്റ്റ് കാറ്, വേൾഡ് ലാർജസ്റ്റ് കാറാണ്. ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ. അല്ല പിന്നെ നീ കുറെ നേരെ കിടന്ന് എന്നെ ചീത്ത വിളിക്കണം കേട്ടാ. എടി ഡോറെ, ഞാൻ ആരാണെന്ന് എനിക്ക് അറിയണം കേട്ടാ. ഐ ആം ദി ഡോൺ, ഫ്രാങ്ക്ലിൻ ദി ഡോൺ. അല്ല പിന്നെ ഡോറയുടെയും ബുജിയുടെയും കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട് കേട്ടാ. എടാ ഷിൻചാനെ പിഞ്ചാനെ, നമുക്ക് കണ്ട ഈ ഒരു ലാർജസ്റ്റ് ഫോർച്യൂണറും കൊണ്ട് വീട്ടിൽ പോയിട്ടാ. അല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇത് നമ്മുടെ വീടിന്റെ 10 ഇരട്ടി വലിപ്പം ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇവിടെ കൊണ്ടിടും. ബെസ്റ്റ്. എന്നാ കുറച്ചുകൂടെ നേരത്തെ പറയണ്ട, എന്നാ കുറച്ചുകൂടെ വലിപ്പം കുറച്ചുണ്ടാക്കുമായിരുന്നല്ലോ. ഇതിപ്പോ എവിടെ കൊണ്ടാ ഇടിങ്ങേ പൊട്ടാ? നിനക്കൊന്ന് നേരത്തെ പറയായിരുന്നല്ലോ ഷിൻചാനെ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ മറന്നേ ഫ്രാങ്ക്ലിൻ ചേട്ടാ, സോറി ചേട്ടാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് ഇതൊക്കെ ഇടാം. എന്നാലും ഷിൻചാനെ കുറച്ചു നേരത്ത് മുമ്പ് പറഞ്ഞിടായിരുന്നു, എന്നാൽ കുറച്ചുകൂടെ സൈസ് കുറച്ചുണ്ടാക്കായിരുന്നു. ഇവന്റെ കാര്യം.